ഏവർക്കും CSE റാങ്ക് ഹോൾഡറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. KS കാർഡ് ബാങ്ക്, അപ്പെക്സ് സൊസൈറ്റീസ് എന്നീ പരീക്ഷകൾ ഡിസംബർ മാസത്തിൽ നടക്കാനിരിക്കുകയാണ്. ആ പരീക്ഷകളുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങൾ അടങ്ങുന്ന PSC മുൻകാലത്ത് ചോദിച്ച പ്രീവിയസ് ചോദ്യങ്ങൾ അടങ്ങുന്ന വീഡിയോ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വളരെയേറെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രീവിയസ് ചോദ്യങ്ങൾ. കാരണം ഒരുപക്ഷെ ഈ ചോദ്യങ്ങളല്ല വരുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലാക്കാൻ ഈ ചോദ്യങ്ങൾ ഒരുപാട് നിങ്ങൾ സഹായിക്കും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം പറയാം. ഫൗണ്ടർ ഓഫ് ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേർണൽ ദി കോപ്പറേറ്റർ. ഓപ്ഷൻ എ റോബർട്ട് ഓവൻ, ഓപ്ഷൻ ബി ചാൾസ് ഹോവർത്ത്, ഓപ്ഷൻ സി ഡോക്ടർ വില്യം കിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം. ഫൗണ്ടർ ഓഫ് ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേർണൽ ദി കോപ്പറേറ്റർ ഈസ് ഡോക്ടർ വില്യം കിങ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പാർട്ട് ഓഫ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് അപ്ലിക്കബിൾ ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓപ്ഷൻ എ പാർട്ട് 3, ഓപ്ഷൻ ബി പാർട്ട് 4, ഓപ്ഷൻ സി പാർട്ട് 5, ഓപ്ഷൻ ഡി പാർട്ട് 6. പാർട്ട് ഓഫ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് അപ്ലിക്കബിൾ ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആൻസർ പറയാം. ആൻസർ ഓപ്ഷൻ സി പാർട്ട് 5 ആണ്. പാർട്ട് 5 ഈസ് അപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇനി അടുത്ത ചോദ്യം. ഡാഷ് ഈസ് ആൻ ഓഫീസർ ബാർ പേഴ്സൺ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 68A ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഓപ്ഷൻ എ രജിസ്ട്രാർ, ഓപ്ഷൻ ബി ആർബിട്രേറ്റർ, ഓപ്ഷൻ സി വിജിലൻസ് ഓഫീസർ, ഓപ്ഷൻ ഡി ലിക്വിഡേറ്റർ. ഇനി ആൻസർ എന്താണെന്ന് നോക്കാം. വിജിലൻസ് ഓഫീസർ ഈസ് ആൻ ഓഫീസർ ബാർ പേഴ്സൺ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 68A ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ നമുക്ക് ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളും മാത്രമല്ല നല്ല ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളുടെയും ഒരു കോമ്പിനേഷനാണ് നമുക്ക് എപ്പോഴും ചോദ്യപേപ്പറിൽ കാണാൻ കഴിയുക. അപ്പോൾ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഇനി അടുത്ത ചോദ്യം. കോർപ്പറേഷൻ ബിക്കം എ സ്റ്റേറ്റ് സബ്ജക്ട് ഫ്രം ഡാഷ് ഓൺവേർഡ്സ്. ഓപ്ഷൻ എ 1947, ഓപ്ഷൻ ബി 1919, ഓപ്ഷൻ സി 1942, ഓപ്ഷൻ ഡി 1956. കോർപ്പറേഷൻ ബിക്കം എ സ്റ്റേറ്റ് സബ്ജക്ട് ഫ്രം ആൻസർ 1919 onwards. Corporation become a state subject from 1919. ഇനി അടുത്ത ചോദ്യം. വൈഗെ പട്ടേൽ കമ്മിറ്റി was appointed by Government of India in option A 2001, option B 2000, option C 1996, option D 2004. വൈഗെ പട്ടേൽ കമ്മിറ്റി was appointed by Government of India in ആൻസർ പറയാം 2001. വൈഗെ പട്ടേൽ കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 2001 ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം. ദി ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാസ് ടു ബി കൺവെൻഡ് വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഓപ്ഷൻ എ 120 days, ഓപ്ഷൻ ബി 90 days, ഓപ്ഷൻ സി 180 days, ഓപ്ഷൻ ഡി 60 days. The first general body meeting of a cooperative society has to be convened within dash days from the date of registration എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി 90 days ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഡേയ്സ് അങ്ങനെയൊക്കെയുള്ള വരുന്ന, നമ്മളെ ട്വിസ്റ്റ് ചെയ്ത് വരുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. ഡേയ്സ്, മന്ത്സ്, അങ്ങനെ അത്തരം ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ വരുന്ന അത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയി എഴുതി തന്നെ പഠിക്കുക. കാരണം മറക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ എവറി ഇയർ ഓൺ. ഓപ്ഷൻ എ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ, ഓപ്ഷൻ ബി സെക്കൻഡ് സാറ്റർഡേ ഓഫ് ജൂലൈ, ഓപ്ഷൻ സി November 14, ഓപ്ഷൻ ഡി November 19. ആൻസർ പറയാം. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ എവറി ഇയർ ഓൺ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈയിലാണ്. ഇനി അടുത്ത ചോദ്യം.
There is similarity between cooperation and capitalism in respect of option A, mutual help, option B, service motive, option C, holding of private property, option D, exploitation. ഇനി ആൻസറിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ there is a similarity between cooperation and capitalism in respect of holding of private property ആണ് ആൻസർ. There is a similarity between cooperation and capitalism in respect of holding of private property. ഇനി അടുത്ത ചോദ്യം. The section of Kerala Cooperative Societies Act which provides protection to the share capital and other interest of a member in a society from the attachment and sale in execution of a decree. Option A, section 39, option B, section 38, option C, section 39, option D, none of these. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. The section of Kerala Cooperative Societies Act which provides protection to the share capital and other interest of a member in a society from the attachment and sale in execution of decree. Option A, section 7, option B, section 38, option C, section 39, option D, none of these. Answer section 39 ആണ്. സെക്ഷൻ 39 ആണ് ഇവിടെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ഈസ് ദി ഔട്ട്കം ഓഫ് ഓപ്ഷൻ എ, ട്രേഡ് യൂണിയൻ മൂവ്മെന്റ്, ഓപ്ഷൻ ബി, വോളണ്ടറി എഫേർട്ട് ഓഫ് ദി പബ്ലിക്, ഓപ്ഷൻ സി, initiatives taken by the government, option D, none of these. Cooperative movement and development in India is the outcome of answer. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആൻസർ വന്നിരിക്കുന്ന ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ദി ഗവൺമെന്റ് ആണ്. ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ദി ഗവൺമെന്റ് ആണ് ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ Option A, section 28B, option B, section 28A, option C, section 29, option D, none of these. State Cooperative Election Commission is constituted under section option A, section 28B ആണ്. section 28B ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം. All India Rural Credit Review Committee was established by RBI in option A, 1951, option B, 1954, option C, 1966, option D, 1967. PSC ക്യാൻസൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷനിൽ തെറ്റുള്ള കാരണമാണ് PSC ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിരുന്നത്. ഇനി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി 1966 ആണ് ആൻസർ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ RBI ഇൻ ഓപ്ഷൻ സി 1966 ആണ് ആൻസർ. എങ്കിൽ ഇന്നത്തെ KS കാർഡിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞു പോയ ചോദ്യങ്ങൾ. എല്ലാവരും നന്നായിരുന്നു പഠിക്കുക. കൂടാതെ നമുക്ക് നന്നായിരുന്നു പഠിക്കാൻ കുറച്ച് ടിപ്സുമായി നാളെ നമ്മൾ വീണ്ടും എത്തുന്നുണ്ട്. എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏവർക്കും നന്ദി.